بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ച 214 ആയത്താണ് എടുത്തത്. ഇനി 215 214 നോദാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീൻ وابن السبيل وما تفعلوا من خير فإن الله به عليم. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. നോദിക്കേ. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. നബിയെ, അവർ നിന്നോട് ചോദിക്കുന്നു, എന്താണ് അവർ ചെലവഴിക്കേണ്ടത് എന്ന് പറയുക. നല്ലതായുള്ളതെന്തു തന്നെ നിങ്ങൾ ചെലവഴിക്കുന്നുവോ അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനുമാണ് വേണ്ടത്. നിങ്ങൾ നല്ലതായുള്ളതെന്ത് ചെയ്താലും നിശ്ചയമായും അല്ലാഹു അതിനെപ്പറ്റി അറിയുന്നതാണ്. യസ്അലൂനക നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 214 ആയത്തിൽ പറഞ്ഞു, മുസ്ലിമായി ജീവിക്കുമ്പോൾ ദുനിയാവിൽ അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമാണ് 214 പറഞ്ഞത്. വെറുതെ നിങ്ങളങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് സംഭവിച്ചതുപോലെ പ്രയാസങ്ങളും അതേപോലെ തന്നെ കഷ്ടപ്പാടുകളുമൊക്കെ സംഭവിക്കാതെ വെറുതെ നിങ്ങളാണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് റസൂലെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക? കാരണം നമ്മൾ ഈ പറയുന്ന കേട്ട ചരിത്രത്തിൽ വായിച്ച രൂപത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് ഒരു വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ
സഹാബത്ത് റിളവാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവർ അനുഭവിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയുടെ ഊഷരതയിൽ ജാഹിലിയത്തിൻ്റെ എല്ലാ വേണ്ടാത്തരങ്ങളും പേറി നടന്നിരുന്നൊരു സമൂഹത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മയുമായിട്ട്, ഈ തൗഹീദിൻ്റെ കിരണവുമായിട്ട് വന്നപ്പോൾ അതവിടുത്തെ ഭൂപ്രഭുക്കൾക്കും അതേപോലെ തന്നെ ഖുറൈശികൾക്കും ഭരണത്തിലിരിക്കുന്നവർക്കൊന്നും സഹിച്ചില്ല. അവർ പാവപ്പെട്ട സഹാബത്തിനെ മർദ്ദിച്ചു കൊണ്ടേയിരുന്നു. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നത് വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്കുമാണ് സഹാബത്ത് എന്ന് പറയുക. ആ സഹാബത്ത് അനുഭവിച്ച അത്രയും ഈ ദീനിൽ മറ്റാരും അനുഭവിച്ചിട്ടില്ല. സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൽ ആദ്യത്തെ രക്തസാക്ഷിയായി. അതേപോലെ തന്നെ ബിലാൽ ഇബ്നു റവാഹും അതേപോലെ തന്നെ മിസ്അബ് ഇബ്നു ഉമൈറും റളിയല്ലാഹു അൻഹും അജ്മഈൻ വല്ലാതെ ഈ ദീനിൻ്റെ കാര്യത്തിൽ അവർ അനുഭവിച്ചു. മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, ബഹിഷ്കരണങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ഇങ്ങനെ എല്ലാം അനുഭവിച്ച് ജീവിക്കുമ്പോൾ ആ സഹാബത്ത് റിളവാനുല്ലാഹി അജ്മഈൻ അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ സഹാബത്തിനെ പറ്റി. അതുകൊണ്ടാണ് ഈ ദീന് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്നത് ആ സഹാബത്തിലൂടെയാണ്. നമ്മുടെ മുൻഗാമികളെന്ന് പറയുന്നത് അൽ അംബിയ, സലഫുകൾ മുൻഗാമികളെന്ന് പറയുന്നത് അൽ അംബിയ പ്രവാചകന്മാരാണ്. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു സുമ്മ സഹാബ സുമ്മ താബിഈന വ താബിഈഹിം. എന്താണ് സലഫികൾ എന്ന് പറഞ്ഞാൽ? സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമി എന്നാണ് അർത്ഥം. ഖലഫ് എന്ന് പറഞ്ഞാൽ പിൻഗാമി എന്നാണ് അർത്ഥം. സലാം. ആ സലഫുകളെ, അതിൽ ഒന്നാമത്തെ നമ്മുടെ മുൻഗാമികൾ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരെ കാണുകയും ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ് സഹാബികൾ. വതാബിഉഹും, ആ സഹാബികളെ കാണുകയും ആ സഹാബികളിൽ നിന്ന് ദീന് പഠിക്കുകയും ചെയ്തവരാണ് താബിഉകൾ. വതാബിഈഹിം, ആ താബികളെ പിന്തുടർന്ന താബികൾ. ഈ തലമുറയിൽ നിന്നാണ് സഹോദരന്മാരെ നമ്മൾ ദീന് സ്വീകരിക്കേണ്ടത്. ഇതിനാണ് മൻഹജുസ് സലഫ്. മൻഹജുൽ സലഫ് എന്ന് പറഞ്ഞൊരു മദ്ഹബൊന്നല്ല. മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞാൽ ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇറക്കിയത് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാൻ. ആ സഹാബി, ആ റസൂലുള്ളയിൽ നിന്ന് ആ ദീന് കേൾക്കുന്നത് സഹാബികളാണ്. ആ സഹാബികളിൽ നിന്നാണ് നമ്മളിത് ഇവിടേക്ക് എത്തുന്നത്. സഹാബികൾ എവിടെയെല്ലാം സഞ്ചരിച്ചു. ഇപ്പം മ്യാൻമാറിലെ മുസ്ലിങ്ങളെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ കാലത്ത് മ്യാൻമാറിൽ, ബർമയിൽ പ്രബോധനത്തിന് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ പല സഹാബികളും ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക്, അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലേക്ക്, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് പോയി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തസുബ്ബു അസ്ഹാബി, നിങ്ങളെൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. എൻ്റെ സഹാബത്ത് ഒരു കോരിയും നിങ്ങളൊരു ഉഹദ് മലയോളവും ഇസ്ലാമിന് വേണ്ടി കൊടുത്താൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് എൻ്റെ സഹാബത്ത് കൊടുത്ത ഒരു മുദ്ദാണ്, ഒരു കോരിയാണ്. നിങ്ങൾ കൊടുത്ത ഉഹദ് മല അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാരണം അത്രയും ഈ ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ സലഫി മൻഹജ് എന്ന് പറയുമ്പോൾ മുൻഗാമികളുടെ മൻഹജ്, നഹജ് എന്ന് പറഞ്ഞ മാർഗം എന്നാണ്. മുൻഗാമികളുടെ മാർഗം. ഈ ദീനിൽ മുസ്ലിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലൊരു കാര്യത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങൾ ആരുടെ പാത സ്വീകരിക്കണം? മുൻഗാമികളുടെ പാത സ്വീകരിക്കണം. ഏതാണ് മുൻഗാമി? എൻ്റെ വാപ്പയല്ല, എൻ്റെ വല്യുപ്പയല്ല, എൻ്റെ പ്രവാചകനും ആ പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്തും എന്താണോ ദീനിൽ നമുക്ക് പറഞ്ഞു തന്നത് അതിനാണ് സലഫുകളുടെ പാത എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇഖ്തലഫത്ത് ബനു ഇസ്രായീല ഇസ്നത്തും വസിന്തൈനി വസബഈൻ. ബനു ഇസ്രായേൽ സമൂഹം 72 കക്ഷിയായി. വതഫ്തരിഖു ഉമ്മത്തി 73. എൻ്റെ സമൂഹം 73 കക്ഷിയാകും. കുല്ലുഹും ഫിന്നാർ. റസൂലുള്ളാഹി പറയാണ് എല്ലാവരും നരകത്തിലാണ്.
ഇല്ല വാഹിദ, ഒരു കക്ഷി ഒഴികെ ഈ 73 എല്ലാവരും നരകത്തിലാണ്. റസൂലുള്ളയോട് സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരായിരിക്കും റസൂലേ ആ കക്ഷി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി. ഇന്ന് മുസ്ലിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെയും സംഘടനേൻ്റെയും ഒന്നും ആവശ്യമില്ല. ഈ മാർഗത്തിൽ, ഈ സലഫികളുടെ മാർഗത്തിൽ പോവുകയാണെങ്കിൽ എന്താ റസൂലുള്ള പറഞ്ഞത്? മാ അന, ഞാൻ ഏതൊന്നിലാണോ, അന ഞാൻ, അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗത്തിൽ സഞ്ചരിച്ചവർക്ക് അവരാണ് സ്വർഗത്ത് പോവുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പല വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അഖീദയുടെ ബേസ് തന്നെ തൗഹീദാണ്. നമ്മുടെ ബേസ്, അഖീദയുടെ ബേസ്, വിശ്വാസത്തിൻ്റെ ബേസ് തന്നെ തൗഹീദാണ്. ആ തൗഹീദിന് കളങ്കം വെക്കുന്ന വലിയൊരു പ്രവർത്തനമാണ്, ശിർക്കൻ പ്രവർത്തനമാണ് മരിച്ചവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, മരിച്ചവരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത്, അവിടെ ഉറൂസും നേർച്ചയും അതേപോലെ തന്നെ ചന്ദനക്കൗടവും നടത്തുക എന്നുള്ളതൊക്കെ ശിർക്കൻ വിശ്വാസവും പ്രവർത്തനങ്ങളുമാണ്. അപ്പം നമ്മൾ നോക്കുക, അങ്ങനെ കുറേ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനം കാണുമ്പോൾ നബി പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ കൂടെ എൻ്റെ സഹാബത്തും ചെയ്തത് ഏത് മാർഗത്തിലായിരുന്നോ അവരാണ് സ്വർഗത്ത് പോകാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇതേപോലെ മുൻകഴിഞ്ഞ് മരിച്ചു പോയവരോട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളാണ് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഖുർആനിൽ വന്ന 25 മുർസലുകളുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും മുഹമ്മദ് നബി ഈസാ നബിയോടോ, ഈസാ നബി മൂസാ നബിയോടോ, മൂസാ നബി ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോടോ, അവരെല്ലാവരും കൂടി അവരുടെയൊക്കെ പിതാവായ അബുൽ ബഷർ ആദമിനോടോ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റൂല. മാ അന അലൈഹി വസ്ഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഉഹദ്, അവിടുന്ന് ഒരു 5 കിലോമീറ്റർ, റസൂലുള്ളാഹിൻ്റെ പള്ളിയായ മദീന പള്ളി, അവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയ ഉഹദിലെത്തി. അവിടെ ശുഹദാക്കളുണ്ട്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഉണ്ട്, മിസ്അബ് ബിൻ ഉമൈർ ഉണ്ട്. അവരുടെ പിന്നിൽ 70ഓളം ശുഹദാക്കൾ അവിടെ ഷഹീദായി രക്തസാക്ഷികളായി കിടക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദനക്കുടം നടത്തിയോ? ഉറൂസ് നടത്തിയോ? നേർച്ച നടത്തിയോ? നബി വർഷാവർഷങ്ങളിൽ ഉഹദ് എന്നുള്ള പേരിൽ ആഘോഷിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 70 ആളുകളുടെയും ഈ 2 ഹംസയുടെയും അതേപോലെ തന്നെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ കെട്ടി പൊന്തിച്ചോ? പൊന്തിച്ചെങ്കിൽ നമ്മളും പൊന്തിക്കണം, പൊന്തിച്ചില്ലെങ്കിൽ പൊന്തിക്കാൻ പാടില്ല. മാ അന അലൈഹി, വളരെ ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷം ജീവിച്ചു ഈ ലോകത്ത്, 23 വർഷം പ്രവാചകനായി ജീവിച്ചു. ഈ പ്രവാചക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ജന്മദിനം കഴിച്ചോ? നബി കഴിക്കാൻ പറഞ്ഞിട്ട് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ 30 കൊല്ലം ജീവിച്ചു. അവർ കഴിച്ചോ? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും കഴിച്ചിട്ടില്ലെങ്കിൽ പറ്റൂല. അപ്പോൾ ഇങ്ങനെ നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഓരോ വിഷയം എടുത്തിട്ട് നിങ്ങൾ ആ സമയത്തൊന്ന് തുലനം ചെയ്തു വെക്കാം. ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്തയിലെ സുന്നി സഹോദരന്മാർ ഏറ്റവും കൂടുതൽ നാളെ ചെല്ലുന്നത് നാരിയത്ത് സലാത്താണ്. ജുമ കഴിഞ്ഞാൽ പലയിടത്തും നാരിയത്ത് സലാത്ത് ചെല്ലാൻ സദസ്സുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബ്രാഹിമി സലാത്താണ് നാളെ കൂടുതൽ ചെല്ലേണ്ടത്, അത്തഹിയാത്തിന് ശേഷം ചെല്ലുന്ന സലാത്ത്. അപ്പോൾ ആ സലാത്ത് ഏറ്റവും കൂടുതൽ ചെല്ലിയതാരാ? റസൂലുള്ളാഹി ചൊല്ലിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമറും അലിയും അബൂ ഹുറൈറയും ബിലാലും മിസ്അബും ആയിഷയും ഖദീജ ഉമ്മയും റിദ്വാനുല്ലാഹി അജ്മഈൻ അവരെല്ലാവരും ചെല്ലിയ സലാത്ത് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നാരിയ സലാത്ത് റസൂലുള്ളാഹി ചൊല്ലിക്കണോ? മങ്കൂസ് മൗലൂദ്, ഇങ്ങനെ മുഹ്യിദ്ദീൻ മാല, ഇങ്ങനെ മുസ്ലിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ പകരാകൂലേ? ഇതിലൊക്കെ ശിർക്കൻ വിശ്വാസങ്ങളുണ്ട്. അപ്പം നമ്മളൊരു കാര്യം, ഇതിൽ നമുക്ക് ഒറ്റ മാനദണ്ഡമുള്ളൂ. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ സുന്നിയായാലും മുജാഹിദായാലും അതല്ലെങ്കിൽ ജമാഅത്തായാലും അതിനൊക്കെ അപ്പുറം ഏത് കക്ഷിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ചെയ്ത പോലെ പ്രവർത്തനം ചെയ്യുന്നത്, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അതിനാണ് ഈ ബൗസാവും ലറാവും സഹാബത്ത് സഹിച്ചത്. അവർക്കും വേണമെങ്കിൽ കൂട്ടം കൂടികളായിട്ട് സഹാബത്തിനും റസൂലുള്ളാഹിയും പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലയും റസൂലുള്ളാഹിയും കൂട്ടം കൂടികളായി പോകാൻ നിന്നില്ല.
മറിച്ച് എവിടെയാണോ സത്യം, എന്താണോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവിടെ നിന്നു. അതിനാണ് മൻഹജു സലഫ്, മുൻഗാമികളുടെ മാർഗം. ആ മാർഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ ദീനിറങ്ങിയത് നബിക്കാണ്, നബി അത് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, സഹാബത്തിൽ നിന്നാണ് നമുക്കത് കിട്ടിയത്. അവർ ചെയ്തോ നമ്മൾ ചെയ്യുക, അവർ ചെയ്തില്ലേ ചെയ്യാൻ പാടില്ല. മൻ അഹദസ ഫി അംരിനാ ഹാദാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ ദീനിൻ്റെ കാര്യത്തിൽ പുതുതായി എന്തെങ്കിലും ചേർത്താൽ ഫഹുവ റദ്ദുൻ, എന്താവണം? തള്ളണം. അവിടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. ചില സഹോദരന്മാർ പറയുന്നു ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്, ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. പക്ഷേ ബുദ്ധി എന്നുള്ളത് നാഖിസാണ്, പോരായ്മയുള്ളതാണ്. മനുഷ്യന്മാരുടെ ബുദ്ധി എന്തല്ല, പൂർണ്ണമല്ല അല്ലേ? ലോകത്ത് ഈ കാണുന്ന ശാസ്ത്രജ്ഞന്മാരുടെയും വലിയ ബുദ്ധിജീവികളുടെയും ആരുടെ ബുദ്ധി എന്തല്ല, പൂർണ്ണമല്ല, നാഖിസാണ്. നമുക്കെല്ലാം അറിയുന്നില്ല. ഈ പ്രകൃതിയെ സംബന്ധിച്ച് തന്നെ മനുഷ്യന്മാർ കോടാനകോടി വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഠിച്ചിട്ട് 4% അത്ര ഈ പ്രകൃതിനെ പറ്റി മനുഷ്യന്മാർക്ക് അറിയാം. ഈ യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള മനുഷ്യൻ്റെ നോളജ് എത്രയാണ്? 4%. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ്റെ ബുദ്ധി പരിപൂർണമല്ല. എന്നാലോ മതം പരിപൂർണമാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനുക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. അപ്പോൾ പൂർണ്ണമായ മതത്തെ അപൂർണമായ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? താരതമ്യം ചെയ്യാൻ പറ്റൂല. ചിലർ പറയണം എൻ്റെ ബുദ്ധിക്ക് യോജിക്കില്ല. നമ്മളെന്തെങ്കിലും ഒരു ദീനിൻ്റെ കാര്യം പറയാം, എൻ്റെ ബുദ്ധിക്ക് പറ്റും, എനിക്കത് ആലോചിച്ചിട്ട് ശരിയാകില്ല. ആരാ? ഓൻ്റെ ബുദ്ധി എന്താ? അത് നാഖിസാൻ. അപ്പോൾ നാഖിസായ പോരായ്മയുള്ള പരിപൂർണമല്ലാത്തൊരു സാധനത്തെ പൂർണ്ണമായി ഒന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? തുലനം ചെയ്യാൻ പറ്റൂല. അത് സലഫിൻ്റെ മുൻഗാമികളുടെ മാർഗത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും സഹാബത്ത് ചോദ്യം ചെയ്യലില്ല, അതങ്ങനെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പഠിച്ചു വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും കള്ളിനെ സംബന്ധിച്ചുള്ള ആയത്തുകൾ വരും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് കള്ള് നിരോധിച്ചിട്ടുള്ള ആയത്ത് കണ്ട് ഇറങ്ങുമ്പോൾ സഹാബത്ത് ചോദ്യമല്ല, നബി ഇറക്കിയത് കഴിഞ്ഞിട്ട് പോരെ, എന്നാൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൂടായിരുന്നു നബി, എന്നപ്പോൾ ഈ ആഴ്ച ഇറക്കുമായിരുന്നോ? ഒന്നുമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തൽഹയുടെ കള്ള് ഷാപ്പിലെ വീത്തിക്കൊടുക്കുന്നവനായിരുന്നു, സെർവൻ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ എത്ര വീപ്പകളുണ്ടോ ആ വീപ്പകളൊക്കെ എന്താവണം? നമ്മളെ ബുദ്ധി വലിച്ചിട്ട് നമ്മൾ പറഞ്ഞ മൂലയിലടിക്കും. എനിക്ക് എന്ത് കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച പറഞ്ഞുകൂടായിരുന്നു, ഈ ആഴ്ച എന്നെ പറയാൻ നിൽക്കുന്നു, ഈ സ്റ്റോക്കൊക്കെ ഇജ്ജ് തിന്നു അല്ലെങ്കിൽ എൻ്റെ ഫത്വ ബോർഡ് തിന്നു. റസൂലുള്ളാഹിനോട് ചോദ്യമില്ല, അത് പറഞ്ഞത് സ്വീകരിക്കാൻ. അപ്പോൾ എത്ര സിമ്പിളാണ് ഈ മതം സ്വീകരിക്കാൻ. ഇത് പറയുമ്പോൾ ആൾക്കാർ അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. ഈ ദീനിൻ്റെ റസൂലുള്ളാഹിയും സഹാബത്തും പറഞ്ഞ മാർഗത്തിൽ നിൽക്കണേനാണ് സലഫി മൻഹജ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ബഅ്സ ഉമി ലറ ഒക്കെ ഈ സഹാബത്ത് സഹിച്ചത്, ഈ ഒരു പോയിൻ്റ് കൂടി ഈ 214-ാമത്തെ ആയത്തിൽ നമ്മൾ അഡീഷണലായിട്ട് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് ഈ മൻഹജിൽ മുന്നേറാൻ നമുക്ക് വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. നമ്മൾ മനസ്സോടുകൂടി ഈമാനോടുകൂടി മുന്നേറാൻ നമ്മൾ മുന്നേറും. പക്ഷേ കളിയാക്കൽ, പരിഹാസം, ഒരാളൊന്ന് താടി ഒന്ന് നീട്ടി വളർത്തിയാൽ ഓൻ്റെ ഒരു താടി. സഹാബത്തും റസൂലുള്ളാഹിയും താടിയെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ഹദീസുകളും അതേപോലെ തന്നെ അതിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പരിഹസിക്കുക, തുണിയൊന്ന് കയറ്റെടുത്താൽ അതിനെ പരിഹസിക്കുക, സംഗീതം കേൾക്കൂല എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുക. എങ്ങനെ ഇപ്പോൾ ജീവിക്കുക സംഗീതം കേൾക്കാതെ? ഇങ്ങനെ. അപ്പം നമ്മളിത് ആലോചിച്ചാൽ മതി, റസൂലുള്ളാഹിയും സഹാബത്തും അതിൽ എന്തു പറഞ്ഞു? ഇങ്ങനെ ഈ മൂന്നല്ല, ഇതുപോലെ 30,000 വിഷയം സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ എന്താണോ നബിയും സഹാബത്തും ചെയ്തത് അവിടെ നിൽക്കുക. അതിനപ്പുറത്ത് ഏത് ഉസ്താദ്, ഏത് മൗലിയർ, ഏതായത്ത്, ഏത് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് പറഞ്ഞാലും അവരെയൊക്കെ നമ്മുടെ പടിക്ക് പുറത്ത് നിർത്തുക. എന്നിട്ട് മാ അന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗത്തിലായിരുന്നോ ആ മാർഗത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുവോളം ആ മാർഗത്തിലുള്ള വിശ്വാസത്തിലും പ്രവർത്തനത്തിലും മുന്നേറാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അള്ളാഹുവെ സന്മാർഗത്തിൽ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സന്മാർഗമെന്ന് പറയുന്നത് ഈ മാർഗമാണ്. നമ്മളെ സഹോദരന്മാരോട് ഇതേപോലെ വഴികേടിൽ അകപ്പെട്ട് നടക്കുന്ന കുറേ സഹോദരന്മാരോടുണ്ട്. അവരോട് നമ്മളിത് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ആ സംഗതി ഉത്തമ നൂറ്റാണ്ടിൽ ഇതേപോലെ റസൂലും സഹാബത്തും ചെയ്തിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ കഴിയും. അതുകൊണ്ട് അതിലുള്ള വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ സംഘടനാബലത്തിൻ്റെയോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് ആ പോയിൻ്റ് കൂടി നമ്മൾ ഈ സഹാബത്തിൻ്റെ ചരിത്രവുമായിട്ട് ഈ പ്രയാസം അവർ സഹിച്ച കാര്യങ്ങളുമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 215 യസ്അലൂനക, പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു, മാദാ യുംഫിഖൂൻ, എന്താണ് ചെലവഴിക്കുക എന്ന്. ഖുർആന് പലപ്പോഴും ഇറങ്ങുക, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഇഖ്റ ഇറങ്ങാൻ പ്രത്യേകിച്ച് റസൂലുള്ളാഹി ഗുഹയിലിരുന്ന് ഖുർആൻ കണ്ട് ഇറങ്ങി അല്ലേ. ചില സമയത്ത് ചിലർ വന്ന് ചില കാര്യങ്ങൾ എന്താവും ചോദിക്കും. അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായിട്ട് അപ്പം എന്താവും ആയത്തുകൾ. അതുപോലെ ഇറങ്ങിയ ഒരു ആയത്താണ് 215 ആയത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ജൂതന്മാർക്കൊരു സ്വഭാവമുണ്ട്, നബിനൊന്ന് ഉത്തരം മുട്ടിക്കുക. ചിലവരൊക്കെ ഒരു സ്വഭാവമാണ്. മൗലവിമാരോട് ചോദിച്ചിട്ട് എന്താകുക, മൂപ്പർക്ക് അറിയില്ല എന്ന് കണ്ടോ ഒന്നും കൂടി മോശമാക്കുക, രണ്ടെണ്ണം ചോദിക്കുക, ഉത്തരം മുട്ടിക്കുക. അങ്ങനെ റസൂലുള്ളാഹിനോടൊന്ന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ഒരു ജൂതൻ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് റൂഹ് എന്ന് പറഞ്ഞാൽ? ആത്മാവ് കാരണം എന്താ മുഹമ്മദേ? നബിക്ക് മറുപടി പറയാൻ കഴിയില്ല. നബി മക്കയിൽ സ്കൂളിലൊന്നും പോവാതെ ഒരു ചരിത്ര പുസ്തകമോ മതപുസ്തകമോ വായിക്കാതെ ജീവിച്ച അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഉടൻ ആയത്തിറങ്ങി, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അതേപോലെ തന്നെ യസ്അലൂനകയാണ്. യസ്അലൂനക, നിന്നോട് അവർ ചോദിക്കുന്നു, അനിർ റൂഹ്, എന്തിനെ സംബന്ധിച്ച്? ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഖുൽ, അവരോട് പറഞ്ഞുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, മനുഷ്യന്മാർക്ക് എത്രയേ കൊടുത്തിട്ടുള്ളൂ? കുറച്ച് വിജ്ഞാനമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഇന്ന് നമ്മളെ കയ്യിലും കാലിലൊക്കെ ലോകത്ത് നിയന്ത്രിക്കാവുന്ന ബട്ടണുകളൊക്കെയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവനാൻ്റെ റൂഹിൻ്റെ നിയന്ത്രണം ആരുത്തില്ല, നമ്മളെടുത്തില്ല. കിട്ടണ വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, ഫ്രിഡ്ജിനും അതേപോലെ തന്നെ ഗ്യാരണ്ടിയിലും വാറണ്ടിയിലതേ വാങ്ങുള്ളൂ. റൂമിലൊരു പെട്ടി അങ്ങനെ വാറണ്ടി കാർഡാണ്. പക്ഷെ നമ്മളെ റൂഹിന് എന്തില്ല, അതിൻ്റെ ഒരു വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ഒരാളെ ജീവനോടെ കൂടിയപ്പോൾ തൂക്കിയപ്പോഴും 92, മരിച്ച ഉടനെ തൂക്കിയപ്പോഴും 92. പിന്നെ ഒരു ആൾക്കാണെങ്കിൽ ജീവമല്ല, എന്താ പോയത്? റൂഹാണ് പോയത്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഖുർആൻ പറയും, കുറച്ച് മാത്രമേ മനുഷ്യന് വിജ്ഞാനം കൊടുത്തിട്ടുള്ളൂ. ആ വിജ്ഞാനം കൊണ്ടാണ് ഈ അഹങ്കരിക്കുന്നത്. ആ വിജ്ഞാനം വെച്ചിട്ടാണ് അവൻ്റെ ബുദ്ധി കൊണ്ട് ദീനിനെന്താക്കുന്നത്, തൂക്കാൻ വരുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതൊന്നും ഇസ്ലാമിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്, ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാം പറയുന്നതാണ് ബുദ്ധിന്ന്. ഇസ്ലാം പറയുന്നതാണ് ബുദ്ധി. അല്ലാതെ നമ്മൾ ആലോചിക്കണമൊക്കെ പാടെ ദീനിൽ വരുത്താൻ എന്താവില്ല, നമുക്ക് കഴിയില്ല. നമ്മുടെ ബുദ്ധിക്ക് പൂർണ്ണമായിട്ട് മതം കീഴ്പ്പെടില്ല. കാരണം മതം പരിപൂർണമാണ്, ബുദ്ധി എന്താണ്? പരിപൂർണമല്ല. അതുകൊണ്ട് ഇസ്ലാം ബുദ്ധിയുടെ മതമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്ലാം പറയുന്നിടത്താണ് ബുദ്ധിയും ചിന്തയുമുള്ളത്, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബുദ്ധിയുള്ളതേ ഇസ്ലാം പറയുള്ളൂ. ചിലത് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടാത്തത് നമ്മുടെ ബുദ്ധിയുടെ കുഴപ്പം കൊണ്ടും പരിപൂർണമല്ലാത്തതും കൊണ്ടാണ്. അപ്പോൾ അതേപോലെ ചോദ്യരൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങും. അതേപോലെ ഇറങ്ങിയതാണ് യസ്അലൂനക, പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കുന്നു, മാദാ യുംഫിഖൂൻ, എന്താണ് നബിയെ ചെലവഴിക്കുക? അംഫഖ യുംഫിഖു എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക എന്നാണ്. എന്താണ് ചെലവഴിക്കുക? ഖുൽ, അവരോട് പറഞ്ഞേക്കുക, മാ അംഫഖ്തും മിൻ ഖൈരിൻ, മാ അംഫഖ്തും, നിങ്ങൾ എന്ത് ചെലവഴിച്ചുവോ, എന്ത് ചെലവഴിച്ചാലും, മിൻ ഖൈരിൻ, അതെന്താണ്? നല്ലതാണ്. ചെലവഴിക്കുമ്പോൾ ഉദ്ദേശം എന്തായിരിക്കണം? ശുദ്ധായിരിക്കണം. ലാ വലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ ആളുകൾക്ക് അത്ര കൊടുത്തു ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സദഖകളെ നിങ്ങൾ എന്താകരുത്,
വലാത്തു ബുത്തിലു ബാത്തിലാക്കി കളയരുത്. അപ്പോൾ സദക്ക കൊടുക്കുമ്പോൾ എന്ത് നിങ്ങൾ കൊടുത്താലും നല്ലതാണ്. പക്ഷെ ആർക്ക് കൊടുക്കണം? ലിൽ വാലിദേൻ. ആദ്യം നോക്കേണ്ടത് ആരെയാണ്? മാതാപിതാക്കളെ. ഇതിൻ്റെ മുൻഗണനയാണ്. അടുത്തത് വൽ അഖറബീൻ. പിന്നെ ആരാണ്? കുടുംബക്കാരാണ്. കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ, പിന്നെ കുടുംബങ്ങൾ, വൽ യതാമ അനാഥകൾ, വൽ മസാക്കീൻ അതേപോലെ തന്നെ സാധുക്കൾ, വബിനിസ് സബീൽ അതുപോലെ വഴിപോക്കൻ, ഇവർക്കൊക്കെയാണ് നിങ്ങൾ എന്താകേണ്ടത്? കൊടുക്കേണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറഞ്ഞതും ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു മതവും കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുയായികളും ആരതാണ്? മുസ്ലിങ്ങളതാണ്. ബോസ്നിയയിലെ ഒരു പ്രസിഡന്റ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ധർമ്മത്തിന് വേണ്ടി ഒരിക്കലും പാവപ്പെട്ടവൻ പാർട്ടി ഓഫീസിന് മുമ്പ് പോയിരിക്കലില്ല. എവിടെ പോയിരിക്കല്? മതസ്ഥാപനങ്ങളുടെ മുമ്പിലാണ് പോയിരിക്കൽ. തൊഴിലാളി വർഗ പാർട്ടി ആയിക്കോട്ടെ, മുതലാളി വർഗ പാർട്ടി ആയിക്കോട്ടെ, പാവപ്പെട്ടവന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന പാർട്ടി ഓഫീസിന് മുമ്പിലൊന്നും ആര് പോയിരിക്കൂല? യാചകൻ പോയിരിക്കൂല. യാചകൻ മതസ്ഥാപനങ്ങളുടെ മുമ്പിലാണ് പോയിരിക്കുക. ആ മതസ്ഥാപനങ്ങളിൽ തന്നെ മുസ്ലിങ്ങളാണ് ഏറ്റവും നന്നായി. കാരണം എല്ലാ സദക്കയെ സംബന്ധിച്ചും ചെലവഴിക്കുന്നതിൻ്റെ മായങ്കുസു മാലിമ്മിൻ സദക്ക, സദക്ക കൊടുത്തുകൊണ്ട് എന്താവൂല? ധനം എന്താവൂല? ചുരുങ്ങില്ല. ഇത്തഖിന്നാറ വലോ ബിശഖി തംരിൻ, ഒരു കാരക്കച്ചീട് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെന്താവണം? സൂക്ഷിക്കണം. അങ്ങനെ കൊടുക്കാൻ വേണ്ടി സദക്കകളെന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമല്ലാത്ത ദാനധർമ്മങ്ങൾക്കാണ് സദക്ക എന്ന് പറയാം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിർബന്ധ ദാനധർമ്മം. ഇങ്ങനെയുള്ള ചെലവഴിക്കൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. ചില ആളുകൾ നാട്ടിലിഷ്ടം പോലെ കൊടുക്കും, ഉമ്മാനി വാപ്പാക്കും എന്തില്ല, അങ്ങനെ മൂപ്പർക്ക് എന്നും പേപ്പറിൽ ഇങ്ങനെ പേര് കാണണം, അല്ലെങ്കിൽ റിപ്പോർട്ട് ബുക്കിൽ ഇങ്ങനെ കാണണം. അപ്പോൾ വലിയൊരു രോമാഞ്ചാണ്. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? രോമം അങ്ങനെ എഴുന്നേറ്റ് അവനാൻ്റെ പേരിങ്ങനെ പേപ്പർ കാണുമ്പോൾ 2 പേപ്പർ വാങ്ങും പേരില്ല എന്ന്. ചില ആൾക്കാർ പത്രക്കാർക്ക് നമ്മൾ പേര് കൊടുത്തോക്കാം, റിപ്പോർട്ട് കൊടുത്താൽ അതൊന്നും കൊടുക്കും. ഇന്ന ആൾ ഇന്ന പ്രസ്താവിച്ചെന്നും പറഞ്ഞാൽ അതൊക്കെ വെട്ടിയിട്ട് നിങ്ങൾ പേരും ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ സ്വാഗതം പറഞ്ഞു, ഒരാൾ അതിൻ്റെ ഓർഗനൈസേഷൻ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ഒരു 10 ആൾ പേരുണ്ടാവും. 10 ആൾ പേരുണ്ടാവുമ്പോൾ ആ 10 ആളും എന്താവും? പേപ്പർ വാങ്ങും. മറ്റേത് പ്രസ്താവന ഒരാളിൽ പേപ്പർ വാങ്ങുള്ളൂ, 10 ആളും പേപ്പർ വാങ്ങും. 10 ആൾ ചിലവരൊക്കെ ഇത്തരം പൊളിച്ചുകളി 2 എണ്ണം വാങ്ങും. ഒന്ന് നാട്ടിലേക്ക് പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കാനും, ഒന്ന് ഇവിടെ ഇടയ്ക്ക് എൻ്റെ പേര് നോക്കാൻ. അപ്പോൾ 20 പേപ്പർ ചിലവായി. ഇവിടെ മീഡിയക്കാരുണ്ടെങ്കിൽ അവർ പേര് കൊടുക്കാനാണ് എന്താകുക? പ്രാമുഖ്യം കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് പേരെടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ നല്ലതാകണോ? നിങ്ങൾ അങ്ങനെ കുറേ ആളുകളുണ്ട്, അവനാൻ്റെ അമ്മാനി വാപ്പാനി നോക്കാതെ നാട്ടുകാരെ മൊത്തം നോക്കും. അല്ല, മറിച്ച് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആരുടെക്കാണ്? മാതാപിതാക്കൾക്ക്. പിന്നെ നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മൾ ആദ്യം ചിലവഴിക്കേണ്ടത്. നമ്മുടെ സഹോദരന്മാർ, അതേപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ, എളാപ്പ, മൂത്താപ്പ, ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. വൽ യതാമ, അതേപോലെ തന്നെ അനാഥകളുടെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ വ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയാണ്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും അനാഥയുടെ സ്വത്ത് അക്രമത്തോടു കൂടി തിന്നാൽ അവരുടെ വയറ്റിൽ നാറാന്ന് പറഞ്ഞ തീയാണ് തിന്നുന്നത്. അപ്പോൾ അനാഥകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു. വൽ മസാക്കീൻ, സാധുക്കൾ, വബിനിസ് സബീൽ, വഴിപോക്കർ, ഇവർക്കാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. വഫാ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ നല്ലതായുള്ളത് എന്ത് ചെയ്താലും ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു അതിനെ സംബന്ധിച്ച് അറിയുന്നവനാണ്. അതുകൊണ്ട് കൊടുക്കുമ്പോൾ സദുദ്ദേശം ഉണ്ടായിരിക്കും. നമ്മൾ വെറുതെ നമ്മളൊക്കെ ഈ സദുദ്ദേശം ഇല്ലെങ്കിൽ 2 കാര്യം, നമ്മളെ പൈസയും പോവും, അവിടുന്ന് എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. ചിലവർ ഇങ്ങനെ പിരിവേര് വന്ന് അടങ്ങറായിട്ട് എന്നാൽ കട്ടക്കട്ട 100 എന്ന് പറഞ്ഞ് കൊടുത്താൽ ആ 100 പോയത് തന്നെ ഒരു കാര്യമില്ല. അങ്ങനത്തെ 10 ഉണ്ടെങ്കിൽ 10 കൊടുത്തേ അല്ലേ. ചിലപ്പോൾ പിരിവേര് കൂട്ടുകാരനെ കയറാം, അല്ലെങ്കിൽ വലിയ നാട്ടിലെ പ്രമുഖനെ കയറാം. സാധാരണക്കാരൻ വന്ന് 100 കൊടുക്കണ, പ്രമുഖം വന്ന് എന്താവും? 500 ആവും. അപ്പോൾ അതിനനുസരിച്ചാണ് പിരിവേരും അതിനനുസരിച്ചാണ് വരിക. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യം ഇതിലില്ല, ഒരു കാര്യം
നമുക്കൊരു ആ പൈസയും പോയി. പരലോകത്ത് എന്തെങ്കിലും ഉണ്ടോ? കൊടുത്തപ്പോൾ തന്നെ പണ്ടാറടക്കട്ടെ എന്നിട്ട് കൊടുത്തു, പിന്നെ അവിടെ നിന്നിട്ട് തന്നെ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഒരു മാനസികാവസ്ഥ, നമ്മൾ കൊടുക്കേണ്ടതിൽ നമ്മളെന്താണ് ഒരു സംതൃപ്തി. ഞാൻ ഈ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ നിന്നൊരു വമാനുത്ഇമുക്കും ഇല്ലാ ലിവജിഹില്ല, നിങ്ങളെ നാം ഭക്ഷിപ്പിക്കുന്നത്, നിങ്ങൾക്ക് നാം ഭക്ഷണം തരുന്നത് ആരുടെ മാർഗത്തിലാണ്? അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിച്ചിട്ടാണ്. അല്ല നിങ്ങൾ നമ്മളെ കാട്ടുമ്പോൾ ഹായ് പറയാനോ ബായ് പറയാനോ, നമ്മളിങ്ങനെ കാണുമ്പോൾ ആ സാർ ഈ സാർ എന്ന് വിളിക്കാനോ ഓ മുതലാളി വരുന്നുണ്ട് എന്ന് പറയാനോ ഒന്നുമല്ല. ലിവജിഹില്ല, നാളെ പരലോകത്ത് അതിൻ്റെ ഒരു കൂലി നമുക്ക് എന്താവണം? കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്താലും നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു മരം വെച്ച് പിടിപ്പിച്ചു, അതിലൊരു കിളികൾ വന്ന് ഭക്ഷണം കഴിച്ചു, അതിൻ്റെ ഒരു കൂലി ആയിരിക്കുന്നുണ്ട്? നമുക്കുണ്ട്. വേനൽക്കാലത്ത് കുറച്ച് വെള്ളം വെച്ചു കൊടുത്തു, പക്ഷികൾ വന്നാൽ ഇന്ന് വെള്ളം കൊത്തി കുടിച്ചു, കൂലി നമുക്ക് കിട്ടും. അങ്ങനെ എന്ത് നന്മയും ഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു അതിനെക്കുറിച്ച് എന്താണ്? അറിയുന്നവനാണ്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ നന്മയിൽ നിന്ന് എന്ത് ചെയ്താലും ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് അറിയുന്നവനാണ്. ഇനി നോക്ക്, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നോദിക്കേ, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ യുദ്ധം നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതാവട്ടെ നിങ്ങൾക്ക് സ്വതവേ ഒരു വെറുപ്പുള്ളതുമാകുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് വാസ്തവത്തിൽ ഗുണമായിരിക്കെ നിങ്ങൾക്ക് അതിനോട് വെറുപ്പുണ്ടായേക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് വാസ്തവത്തിൽ ദോഷമായിരിക്കെ നിങ്ങൾക്കതിനെ ഇഷ്ടപ്പെടുകയും ചെയ്തേക്കാം. യഥാർത്ഥം അള്ളാഹു അറിയുന്നു, നിങ്ങൾക്കറിയുകയില്ല. കുത്തിബ നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ, അൽ ഖിതാൽ യുദ്ധം, വഹുവ കുർഹുൽ ലക്കും അത് നിങ്ങൾക്ക് എന്തായിരിക്കും? കുർഹ് എന്ന് പറഞ്ഞാൽ അനിഷ്ടം. യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള സംഗതിയൊന്നുമല്ല. നമ്മൾ അൽഹംദുലില്ലാ യുദ്ധം കണ്ടിട്ടില്ല, യുദ്ധം അനുഭവിച്ചിട്ടില്ല, യുദ്ധത്തിൻ്റെ ഭൂമിയിൽ എന്തായിട്ടില്ല, ജീവിച്ചിട്ടില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സിറിയയിൽ തന്നെ 5 ലക്ഷം മനുഷ്യന്മാരിപ്പോൾ കഴിഞ്ഞ 3-4 കൊല്ലത്തിൽ എന്തായി മരിച്ചുപോയി. 10,000 ബോട്ടിലും മേപ്പെട്ട ആകാശം ഇവിടെ സേഫ്റ്റി ഇല്ലാത്തൊരു ബോട്ടിലും കയറിയിട്ട് തുർക്കിയിലേക്കും യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കൊക്കെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു യുദ്ധം കണ്ടില്ല, യുദ്ധം അറിഞ്ഞില്ല, ഒരു യുദ്ധഭൂമിയിൽ ജീവിച്ചിട്ടില്ല. പക്ഷേ വഹുവ കുർഹുൽ ലക്കും, ഇസ്ലാമിൽ യുദ്ധം എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ അത് നിങ്ങൾക്ക് എന്തായിക്കണേ, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്, നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ 13 വർഷത്തെ മക്ക ജീവിതത്തിൽ പീഡനങ്ങൾ പലതും സഹിച്ചു. നമ്മളൊന്നും ഇന്ന് വരെ അനുഭവിക്കാത്ത രൂപത്തിലുള്ള പീഡനങ്ങൾ സഹാബത്ത് സഹിച്ചപ്പോഴൊന്നും യുദ്ധം നിർബന്ധമാക്കപ്പെട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങുന്നത് എവിടെയാണ്? സൂറത്തുൽ ബഖറ, മദീനയിലാണ് അല്ലേ? മദീനയിലാണ് യുദ്ധം നിർബന്ധമാക്കപ്പെടുന്നത്. അവിടുന്ന് നാട് വിട്ടിട്ട് എന്നിട്ട് മുസ്ലിങ്ങൾ പോയി. എന്നിട്ടും ഉപദ്രവവും അതേപോലെ തന്നെ പ്രയാസങ്ങളും മുസ്ലിങ്ങളെ അനുഭവിപ്പിക്കുന്നു കണ്ടപ്പോഴാണ് മുസ്ലിങ്ങൾ എവിടേക്ക് നീങ്ങുന്നത്? യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. അവിടെ യുദ്ധം അനുവദിക്കപ്പെട്ടൊരായത്താണിത്. ഈ കുത്തിബ അലൈക്കും നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അൽ ഖിതാലു യുദ്ധം, വഹുവ കുർഹുൽ ലക്കും അതെന്താണ്? പ്രയാസമാണ്. യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ സമാധാനം പോലെ ആവില്ലല്ലോ. അറിയാം, അള്ളാഹ്ക്ക് അറിയാം എന്താണെന്ന്.
പ്രയാസമാണെന്ന്. പക്ഷേ ചില സമയങ്ങളിൽ അത് ചെയ്യലെന്താണ്? നിർബന്ധമാണ്. അതെല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും റൂമിൽ പോയിട്ട് എന്നാൽ യുദ്ധം ചെയ്യല്ലേ എന്ന് തീരുമാനിച്ചിട്ട് യുദ്ധം ചെയ്യലല്ല. 10 ചെറുപ്പക്കാർ കൂടുക, എന്താ പറ്റി കണ്ടില്ലേ, അനീതി, അസമത്വം, അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ, ഈ കാട്ടാളത്വത്തിനെതിരെ നമുക്ക് പോരാടാം എന്നൊക്കെ പറഞ്ഞ് രാത്രി ലൈറ്റൊക്കെ കെടുത്തി 10 ആൾ റൂമിൽ പോയിട്ട് പോരാടിയ വേറെ ആൾക്കാരുണ്ട് പോരാടും മേത്ത്. ഒരു മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് ഭരണമില്ലാത്തടത്ത് മുസ്ലിങ്ങളെ നേതൃത്വം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാതെ ഓരോ ടീമും ചെന്നിട്ട് ഇപ്പോൾ ദായിഷ് യുദ്ധം പ്രഖ്യാപിക്കുക, അൽഖായ്ദ യുദ്ധം പ്രഖ്യാപിക്കുക, ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കലല്ല. ഒരു ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു ഇമാമും അവിടുത്തെ വിശ്വാസികളുണ്ട്. അവരാണ് അത് ഭരണാധികാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ മുസ്ലിങ്ങൾക്ക് ഭരണമില്ലാത്തടത്ത് അവിടുത്തെ മുസ്ലിം നേതാക്കന്മാരെ കൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു അൽ ഖിതാൽ, യുദ്ധം. വഹുവ കുർഹുല്ലക്കും, അത് നിങ്ങൾക്ക് പ്രയാസമുള്ളതാണ് താനും. അതുകൊണ്ട് അല്ലാഹ് പറയാണ് വഅസാ അൻ തക്റഹു ഷൈഅൻ, വഅസാ ആയേക്കാം, അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾക്ക് വെറുപ്പുള്ള അനിഷ്ടമുള്ള ഒരു കാര്യം ആയേക്കാം. വഹുവ ഖൈറുല്ലക്കും, നിങ്ങൾക്കതെന്തായിരിക്കാം? ഗുണകരമായേക്കാം. ഇനിയോ വഅസാ അൻ തുഹിബ്ബു ഷൈഅ, വഅസാ ആയേക്കാം, അൻ തുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഷൈഅൻ ഒരു കാര്യം, വഹുവ ഷർറുല്ലക്കും, അത് നിങ്ങൾക്ക് എന്തായേക്കാം? ദോഷായേക്കാം. വല്ലാഹു യഅലം, ഇതൊക്കെ അറിയണ ആരാണ്? അല്ലാഹുവിനാണ്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല. ഈ ആയത്ത് വായിച്ച ഉറപ്പിച്ച മനസ്സിൽ വിശ്വസിച്ച ഉറപ്പിച്ചൊരു വിശ്വാസിക്ക് പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മഹത്യ എപ്പോഴാണ് ചെയ്യൽ? പ്രയാസം ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, അല്ലേ? അല്ല അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഹാപ്പിയിൽ ജീവിക്കണമ്പോൾ ഈ കാമുകനും കാമുകയും മാത്രമേ ആ കാലത്ത് ആത്മഹത്യ ചെയ്യുള്ളൂ. അന്തല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പൈസ ഇല്ലാത്തതുകൊണ്ട്, കടം വന്നുകൊണ്ട്, ജപ്തി വന്നുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅസാ അൻ തക്റഹു ഷൈഅ, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം, വഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് എന്തായിരിക്കാം? നന്മയായേക്കാം. എന്തിനാ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോണ്? ഇത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗിന, ഐശ്വര്യം എന്ന് പറയുന്നത് ഗിന നഫ്സ്, ആത്മസംതൃപ്തിയാണ്. ലൈസൽ ഗിന ബികസ്റത്തിൽ അറൾ ഫഇന്നമൽ ഗിന ഗിന നഫ്സ്, വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. കുറേ വിഭവങ്ങളുണ്ട്, അതിൻ്റെ ആധിക്യമല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. കുറേ ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ജോലിയുണ്ട്, അതേപോലെ തന്നെ കൃഷിയിടങ്ങളുണ്ട്, ആധാരങ്ങളുണ്ട്. ഇങ്ങനെ വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. ഫഇന്നമൽ ഗിന, ഐശ്വര്യം എന്ന് പറയുന്നത് ഗിന നഫ്സ്, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയാണ്. വിഭവങ്ങളുടെ ആധിക്യം മനസ്സിലാകില്ല, കാരണം നമുക്കൊരിക്കലും മതിയാകില്ല. ലൗകാന ലീബിനി ആദം വാദിയാന മിൻ ദഹബിൻ ലബ്തഗാ മിൻ സാലിസ, ആദമിൻ്റെ മക്കൾക്ക് സ്വർണത്തിൻ്റെ 2 താഴ്വരയുണ്ടെങ്കിൽ ലബ്തഗാ സാലിസ, പിന്നെ അടുത്ത ലക്ഷ്യം എന്താണ്? എന്ത് 3 ഉണ്ടായില്ല, എന്താ ഇതിൻ്റെ കഥ? ആദമിൻ്റെ മക്കളുടെ ആഗ്രഹം എന്തേ ക്ഷമിക്കുള്ളൂ? മണ്ണുകൊണ്ട് മാത്രമേ എന്നറിയുള്ളൂ. അതിന് മാത്രം മണ്ണൊക്കെ എവിടെ ഉണ്ട്? ഭൂമിയിലുണ്ട്. അപ്പോൾ വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് വഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് എന്തിനായേക്കാം? നന്മക്കായിരിക്കാം. ഇപ്പോൾ ഒരു 3 കൊല്ലം മുമ്പൊക്കെ മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വിചാരിച്ചിട്ട് നടക്കാത്തവന് ഇപ്പോൾ ഒരു ശ്വാസം പൊട്ടി നടക്കണം. അൽഹംദുലില്ലാ, അന്ന് തുടങ്ങാത്തതിന് എത്ര നന്നായി. അന്ന് അതിന് പൈസ കൊടുക്കാത്തതിന് ദേഷ്യമായിരുന്നു, ആ പീടിക ശരിയാകാത്തവനോട് ദേഷ്യമായിരുന്നു. ഓനോട് ഞാൻ തെറ്റിയത് തന്നെ അതിനൊരു 50,000 റുപ്യ ഞാൻ ചോദിച്ചു, അവൻ തന്നില്ല. ഒന്ന് കാക്കാനെ കാണുമ്പോൾ അൽഹംദുലില്ലാ, കാക്ക 50,000 തരാത്ത എത്ര നല്ല കാക്കയാണ്. ഇങ്ങനെ ഓരോ സമയത്ത് നമുക്ക് തോന്നുന്ന ദേഷ്യങ്ങളല്ല ദേഷ്യം. ബഹുവ ഖൈറുല്ലക്കും, ഭാവിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കാം? നല്ലതായേക്കാം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ, ഒരു മൊബൈൽ ഷോപ്പ് നമ്മൾ അനുഭവിച്ചൊരു സംഗതി പറഞ്ഞതാ. ഇങ്ങനെ ഏതൊരു സംഗതി നമ്മൾ ഇട്ടാലും എന്തായിരിക്കും? വഹുവ ഖൈറുല്ലക്കും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിച്ചു നോക്കാം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത്, തന്നത് തടയാനും തരാത്തത് തരാനും ലോകത്താർക്കും എന്താവില്ല, കഴിയില്ല. ഏത് മാനേജർ വിചാരിച്ചാലും കഴിയൂല.
നമ്മളിഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾക്ക് ഇങ്ങനെ ടെർമിനേഷൻ തരാതെ ഇങ്ങനെ പോവുകയാണ്. എന്താ നമുക്ക് അവിടെ റിസ്ക് വെച്ചിരിക്കണ്, ഒരു കാരണമല്ലാതെ നല്ല ജോലി എടുക്കുന്ന പിടിച്ച് പുറത്താക്കും ചെയ്യും. ഓൻ്റെ കഴിഞ്ഞു. അതിനൊക്കെ പാടെ ടെൻഷൻ പിടിച്ച് എൻ്റെ ദുനിയാവിൻ്റെ എൻഡ് ഇതാണ് എന്നൊന്നും വിശ്വസിക്കണ്ട. അതുകൊണ്ട് വഅസ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ ആയേക്കാവുന്നതാണ്, അൻ തക്റഹു നിങ്ങൾ വെറുക്കുന്ന ഷൈഅൻ ഒരു കാര്യം, വഹുവ അത് ഖൈറുൽ ലക്കും നിങ്ങൾക്ക് എന്താവാം ഉത്തമമാകാം. ഇനിയോ വഅസ അൻ തുഹിബ്ബു ഷൈഅൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായേക്കാം, വഹുവ ശർറുൽ ലക്കും അത് നിങ്ങൾക്ക് എന്തായേക്കാം പ്രയാസമുള്ളതായേക്കാം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം നടക്കാത്തതിൽ നമുക്ക് എന്തുണ്ടാവും, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കാം. ചിലവരെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വളരെ ക്ലിയറായിട്ടൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ആരെ ധനികനാക്കണമെന്നും ആരെ ഫക്കീറാക്കണമെന്നും ഒക്കെ ആരുടെ തീരുമാനമാണ്? അള്ളാഹിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ചിലപ്പോൾ ചില ദരിദ്രന്മാരൊക്കെ ധനികന്മാരാക്കിയ പിന്നെ ഓന് ചിലപ്പോൾ പരലോകം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ദരിദ്രനായിട്ടുണ്ടെന്നോ. ആരെ രോഗിയാക്കണം ആരെ ആരോഗ്യവാനാക്കണം എന്ന അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. കാരണം എന്താ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകത്തിന് നന്മയായിട്ടാണ്. അതുകൊണ്ട് ദുനിയാവിൽ എല്ലാവർക്കും കാശുണ്ടായി, എനിക്കെന്തേ പഠിച്ചവനെ ഇല്ലാത്ത ബേജാറാവണ്ട. പക്ഷേ അയ്യാഴ്ചയിൽ ശ്രമിക്കും വേണം. കാശുണ്ടാവില്ല എന്ന് എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങിയ കാശുണ്ടാവില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് മുമ്പ് സുബഹി കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ പള്ളിയിൽ നിന്ന് പോകണില്ല. അപ്പോൾ ചോദിച്ചു, എന്ത് നിങ്ങളിവിടെ? അവർ പറഞ്ഞു, ഞങ്ങൾ മുത്തവക്കിലീങ്ങളാണ്, അള്ളാഹ് ഭരമേൽപ്പിച്ച് നടക്കുക. അപ്പോൾ ഇത് പണിക്കൊന്നും പോകണില്ലേ? അല്ല, മുത്തവക്കിലുകളാണ്, അള്ളാഹ് ഇങ്ങനെ ഭരമേൽപ്പിച്ച് നടക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഇറങ്ങടാ, പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അൻതുമുൽ മുത്തആക്കിലൂൻ, നിങ്ങൾ തീറ്റ പണ്ടാരങ്ങളാണ്. ആൾക്കാരെന്തെങ്കിലുമൊക്കെ കൊടുന്നിരുന്ന് വിചാരിച്ചിട്ട് തീറ്റ ആഗ്രഹിച്ചെടുക്കുന്ന തീറ്റ പണ്ടാരങ്ങളാണ് നിങ്ങൾ, മുത്തവക്കിലീങ്ങളല്ലേ. അപ്പോൾ ആദ്യം പണി എടുത്തിട്ട് എന്താവണം? തവക്കുൽ ചെയ്യണം. ഫതവക്കൽ, ആദ്യം ഒട്ടകത്തെ കെട്ടണം, എന്നിട്ട് എന്താവണം? തവക്കുൽ ചെയ്യണം. ഇവിടെ മുറൂറിൻ്റെ ഒക്കെ ഇവിടുത്തെ എന്താ ട്രാഫിക് പോലീസിൻ്റെ എന്തായാലും പറയില്ലേ ക്യാപ്ഷൻ, ഫതവക്കൽ. ആദ്യം ഒട്ടകത്തെ എന്താവണം? 140 അടിച്ചു പോവുക, തവക്കൽ അലല്ലാഹ്, പ്രാർത്ഥനയും ചൊല്ലിയുണ്ട്, എന്നാണ്ട് അടിച്ച് എല്ലാവരും കൊണ്ട് അടിച്ചുകൊണ്ട് പോകും. ആദ്യം എന്താക്കണം? പറഞ്ഞ സ്പീഡും പറഞ്ഞ റോഡും പറഞ്ഞ ലൈനും ഒക്കെ പോയിട്ട് ഫതവക്കൽ. അപ്പോഴാണ് എന്താ വേണ്ടത്? തവക്കുൽ. 220 150 അടിച്ചു പോവുക, തവക്കുൽ. ഏസ് തവക്കുൽ അത് മാഫി തവക്കുൽ. അതാ ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസ്, ഇഖിൽഹാ ഫതവക്കൽ. ആദ്യം രാത്രി ഒട്ടകത്തെ മരുഭൂമി കിടക്കല്ലേ, അപ്പോൾ വെറുതെ ഒട്ടകത്തെ വിട്ടിട്ട് രാവിലെ കാണാം അസ്സലാമു അലൈക്കും എന്നിട്ട് കിടന്നിട്ട് കാര്യമില്ല. രാവിലെ വരുമ്പോൾ ഒട്ടകം ഉണ്ടാവില്ല. ആദ്യം എവിടെ ആകുക? അടുത്തുള്ളൊരു മരത്തിലോ അല്ലെങ്കിൽ വള്ളിയിലോ പിടിച്ച് കെട്ടുക, എന്നിട്ട് ഫതവക്കൽ. എന്നിട്ട് അള്ളാഹ് പഠിച്ചവനെ ഞാൻ ഉറങ്ങാൻ പോവാണ്, ഇഞ്ഞുണ്ട് ഒട്ടക, ഇജാണ് നോക്കേണ്ടത്, ഞാൻ കെട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം. അങ്ങനെ നമ്മൾ ജോലി എടുക്കുക. എന്നിട്ട് എന്താകുക? ആരെങ്കിലും ഒന്ന് കഫാലത്ത് വിസ കൊടുന്ന് വിചാരിച്ചിട്ട് ഓനെ ഇടങ്കറാക്കണ കോലത്തിൽ ഓൻ്റെ പിന്നാലെ തന്നെ ജീവിതകാലം മുഴുവൻ നീക്കല്ല. ആദ്യം പണിയെടുക്കുക, എന്നിട്ട് തവക്കൽ. എന്നിട്ട് അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാം, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട. അത് ഭാവിയിൽ നിങ്ങൾക്ക് നന്മയായേക്കാം. വല്ലാഹു യഅലം, ആർക്കാണ് അറിയുന്നത്? അള്ളാഹുവിനാണ് അറിയുന്നത്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അല്ലേ? ഈ ആയത്ത് കുറേ വട്ടം കാണാൻ പഠിച്ചാൽ തന്നെ കുറേ ജീവിതത്തിലെ പ്രയാസങ്ങൾ എന്താവും? പോകും. ഇന്ന് ഖുർആൻ ക്ലാസ്സിന് വന്നതുകൊണ്ട് മുതലായി ഈ ആയത്തുണ്ട്. അപ്പോൾ വല്ലാഹു, എന്താണ് ആ വാക്ക്? വല്ലാഹു യഅലം, അള്ളാഹുവിനാണ് ഭാവി അറിയുന്നത്. അവനവൻ്റെ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുമോ, ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ കഴിയാത്ത നമ്മളാണ് അല്ലേ? വഅൻതും ലാ തഅലമൂൻ. കുറേ കഷ്ടപ്പെട്ടിട്ട് നമ്മളാണ്ട് മരിച്ചു പോയാൽ ചിലപ്പോൾ നമ്മളെ കുട്ടിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹുവിനാണ് അറിയുന്നത്, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ആത്മഹത്യാ നിരക്ക് കുറയാൻ തന്നെ ഇതേപോലെയുള്ള ആയത്തുകളും ഹദീസുകളും വലിയ പ്രേരണയായിട്ടുണ്ട്. തവക്കുലാണ് അല്ലേ? അള്ളാഹുവിൽ നിന്നാണ് നന്മയും തിന്മയും, അള്ളാഹുവിൽ നിന്നാണ്. എന്നെ ധന്യനാക്കുന്നതും എന്നെ ദരിദ്രനാക്കുന്നതും അള്ളാഹുവാണ്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എനിക്ക് ഖൈറിനാണ്, ഷർറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുന്നത് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ തവക്കുലോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഏറ്റവും കുറച്ച് ആത്മഹത്യയുള്ളത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അറബി നാടുകളിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ളത് നമ്മളെ കേരളത്തിലാണ് അല്ലേ?
ചെറിയ സംസ്ഥാനമാണ്, പക്ഷേ ആത്മഹത്യ നിരക്കിൽ ഭയങ്കര ഉഷാറാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കര ആത്മഹത്യ, നീട്ടി വർത്താനം പറയുന്നൊക്കെ ഭയങ്കര പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുള്ള മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ജില്ല ഏതാണ്? വൺ ഓഫ് അല്ലേ, മലപ്പുറം ജില്ലയാണ്. പക്ഷേ ആത്മഹത്യാ നിരക്ക് വളരെ കുറവാണ്. ഈ ഒരു മാനസികാവസ്ഥയാണ്. എനിക്ക് നല്ലത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്താവുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട്. പക്ഷെ ഇന്ന് മുസ്ലിങ്ങളും ഈ ആഗോളവൽക്കരണവും അതേപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ അപ്പുറത്തൊക്കെ നല്ല നിലയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം നല്ല നിലയ്ക്ക് ജീവിക്കാത്ത പ്രയാസം ഉണ്ടാകുമ്പോൾ ഓരോന്നും പോയിട്ട് എന്താവും, കടം വാങ്ങും. കടം ബാങ്ക് ലോൺ എടുക്കും, ഫ്രിഡ്ജില്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങാൻ ലോൺ എടുക്കും. ഇങ്ങനെയൊക്കെ പാടെ ശമ്പളം കിട്ടുമ്പോൾ വേറെ ശമ്പളം കൊണ്ടുവരേണ്ടി വരും കടം വിട്ട്. അങ്ങനെ ആകുമ്പോൾ പ്രയാസത്തിലേക്ക് പോകും. അവനവൻ്റെ ജീവിത ചെലവിനനുസരിച്ചുള്ള ഈ ആയത്ത് ഓതിയിട്ട് കുറേ കടം വാങ്ങിയാൽ നടക്കില്ല. ആയത്തിൽ പറഞ്ഞിരിക്കണം ഒക്കെ നല്ല ഇനണിച്ച് പൊയ്ക്കോ കടക്കാരനോടൊന്നും പറഞ്ഞാൽ അത് വേറെ പ്രശ്നമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മാനസിക അവനവൻ്റെ ചെലവിനും വരുമാനത്തിനനുസരിച്ചുള്ള ജീവിതവും ഇതേപോലെയുള്ള രൂപത്തിലുള്ള ജീവിതമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്തുണ്ടാവും. അതുകൊണ്ട് ഒന്നും കൂടി കുത്തിബ അലൈക്കും, നിങ്ങളിലെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അൽ ഖിതാലു, യുദ്ധം, വഹുവ കുർഹുൽ ലക്കും, അത് നിങ്ങൾക്ക് എന്താണ്, അത് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് അല്ലാഹ്ക്ക് അറിയാം. എന്നാലും ചില സമയങ്ങളിൽ യുദ്ധം എന്താണ്, നിർബന്ധമാണ്. വ അസ, ആയേക്കാം, അന്തക്റഹു, നിങ്ങൾ വെറുക്കുന്നത്, ഷൈഅൻ, നിങ്ങൾ വെറുക്കുന്നൊരു കാര്യമായേക്കാം, വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് എന്തായേക്കാം, നല്ലതായേക്കാം. വ അസ അൻ തുഹിബ്ബു ഷൈഅ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായേക്കാം, വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് തിന്മയായേക്കാം. വല്ലാഹു യഅലം, അല്ലാഹുവിനാണ് ഭാവി അറിയുന്നത്. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കെന്തല്ല അറിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച്, മൻഹജ് സലഫ് അനുസരിച്ച്, മുൻഗാമികളുടെ മാർഗമനുസരിച്ച് ജീവിക്കാനും ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലൊരു വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസുഖം കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശോഭനമായൊരു ഭാവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു അവരെ കരകയറ്റുമാറാവട്ടെ. നമ്മിൽ നിന്ന് അടുത്തും അകന്നും കഴിയുന്ന നമ്മുടെ മക്കളെയും ഭാര്യമാരെയും ജിന്ന് മനുഷ്യ പിശാചുക്കളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ വാമീൻ വറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.